അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുബൈർ സലഫി എടവണ്ണയിൽ സംസാരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പം കുടുംബത്തിൽ വൈഫൊക്കെ പറഞ്ഞ നമുക്ക് ആ പരിപാടിക്ക് എന്തായാലും പോകണം. സലഫിയുടെ പ്രഭാഷണങ്ങൾ സാധാരണ വീഡിയോയിലൊക്കെ ഇങ്ങനെ കേട്ട് ഉള്ള പരിചയമുള്ളത്. അപ്പം പിന്നെ നമ്മൾ കുറച്ചും കൂടി സമയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ക്ഷീണം യാത്രയൊക്കെ ആയതുകൊണ്ട് നിർത്തിയതാണ്. അപ്പം നിർത്തുമ്പോൾ ഇനിയിപ്പങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത് ഒരു പ്രയാസമുള്ളതുകൊണ്ട് എന്നാ ഞങ്ങളൊന്ന് കയറിയാണ്ട് എന്തെങ്കിലും കുറച്ചു നേരം പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ചില കാര്യങ്ങൾ സംസാരിക്കുക മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം റസൂലുള്ള എത്ര റമദാനാണ് നോമ്പെടുത്തിട്ടുള്ളത് അറിയോ? നബി 9 റമദാനുകളാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. അഥവാ ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം റസൂലുള്ള വഫാത്താണ്. എന്നിടക്ക് 9 റമദാനുകളാണ് പിന്നിട്ട് പോയത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 50-60 വയസ്സുകാലം ജീവിച്ചതിൽ കുറച്ചു കാലം കുട്ടിക്കാലമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ധാരാളം റമദാനുകളെ നമ്മൾ സ്വീകരിച്ച് യാത്രയാക്കിയവരാണ്. ഇനിയിപ്പം വരാനിരിക്കുന്ന റമദാനിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹു തആല ചില മാസങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക് ഒക്കെ ചില പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അതിൽ റമദാനിന്റെ പ്രത്യേകത എന്താ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അപ്പൊ അതുകൊണ്ട് ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നത് ഖുർആൻ 23 വർഷം കൊണ്ടാണ് അവതരിപ്പിച്ചത്. പിന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പ്രസംഗിക്കല്ല, നിങ്ങളും പറഞ്ഞോളി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖുർആനിനെ പിന്നെ 2-3 വിശദീകരണങ്ങൾ അതിൽ കാണാം. ഒന്ന്, ലഹ്വുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു തആല ആകാശലോകത്തേക്ക് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചിട്ടുള്ളത് റമദാനിലാണ്. അപ്പൊ ഈ റമദാനിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് നമ്മൾ അതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്ത്. നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള ആയത്ത് കാണാതെ അറിയാത്ത ആരെങ്കിലും ഇതിലുണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് പൂർവിക എല്ലാ സമുദായത്തിലും നോമ്പുകളുണ്ട്, അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക എന്നതാണ്. അപ്പൊ എന്താ ഈ തഖ്വ എന്ന് പറഞ്ഞാലും? തഖ്വ പറഞ്ഞാൽ എന്താ? വലിയ താടിയും തോണിയൊക്കെ ഇങ്ങനെ കുറച്ചൊന്നുകൂടി കയറ്റിയെടുത്ത് ഇതാണോ? ഇത് മാത്രമാണോ തഖ്വ? അത് തഖ്വയുടെ ഒരു ഭാഗമാണ്, അല്ലേ? തഖ്വ എന്നാൽ എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അത്തഖ്വ ഹൗന അത്തഖ്വ ഹൗന അത്തഖ്വ ഹൗന അശാറ ഇലാ സദ്രിഹി 3 മറ. 3 തവണ നബി തന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, തഖ്വ അത് ഇവിടെയാണ്, അത് ഇവിടെയാണ്, ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഒരു പരിവർത്തനമാണ് തഖ്വ. ആ തഖ്വ ഉണ്ടാവലാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിടത്ത് കാണാം, തഖ്വ എന്ന് പറഞ്ഞാൽ 2 തരം ബന്ധങ്ങൾ സുദൃഢമാവുക എന്നതാണ്. 2 തരം ബന്ധങ്ങൾ നന്നാവലാണ് തഖ്വയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒന്ന്, അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നന്നാവുക. അള്ളാഹുവിനോട് നമ്മൾ ബന്ധം വഷളായ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ
അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യാതെ അള്ളാഹിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ചെയ്ത് അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം വഷളാവുകയാണ്. അപ്പൊ ആ ബന്ധം നന്നാവണം. അതിനെന്താ മാർഗം? തൗബയാണ്, അല്ലെ? പശ്ചാത്താപമാണ്. തൗബ എന്ന പദം എന്തെന്ന് വന്നാൽ നിങ്ങൾക്ക് അറബിയിൽ താബ എന്ന പദത്തിൽ നിന്നാണ് തൗബ എന്ന പദം ഉണ്ടായത്. താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം. മടങ്ങണമെങ്കിൽ എന്ത് വേണം? പോയനല്ലേ മടങ്ങിപ്പോരുക. അപ്പൊ വഴിവിട്ട സഞ്ചാരം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളുടെ ജീവിതത്തിലെ പ്രായത്തിൻ്റെതായ, സൗഹൃദത്തിൻ്റെതായ, കൂട്ടുകെട്ടിൻ്റെതായ ചില കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ വഴിതെറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവും. ചിലതൊന്നും ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. മാലോകരറിയാത്ത കുറെ സംഗതി ഉണ്ടാവും, നമ്മൾ മാത്രം അറിഞ്ഞ സംഗതി, വഴിവിട്ട സഞ്ചാരം. ചിലത് ചിലപ്പം നമ്മളെ സുഹൃത്തുക്കൾക്കറിയാം, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെയുള്ള വഴിവിട്ട സഞ്ചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രായത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്ന് മുക്തമായി തിരിച്ചു പോരുന്ന പ്രക്രിയക്കാണെന്ത് പറയാം? തൗബ എന്ന് പറയാം. അപ്പൊ അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെ വളരെ ഇഷ്ടപ്പെടും. റസൂലുള്ള പറഞ്ഞെങ്ങനെയാണ്? നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിൽ അള്ളങ്ങട്ട് ഓടി വരും. നമ്മളൊരു ചാണ അങ്ങോട്ട് എടുത്താൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ട് എടുക്കും. നമ്മളൊരു മുഴം എടുത്താൽ ഒരു മാർ ഇങ്ങോട്ട് എടുക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തൗബ ചെയ്യുക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ, നമുക്ക് ആരുടെ ഇടയിൽ ഒരു കുമ്പസാരം നടത്തിയിട്ട് വേറെ ആരോടും പറയണ്ട. തൗബയുടെ സുഖം അതാണ്. ക്രിസ്ത്യാനിക്ക് എന്ത് ചെയ്യണം? അവന് കുംഭസാരത്തിന്റെ അതിൽ കയറി നിന്നിട്ട് അച്ഛനോട് ഇങ്ങനെ പറ, അച്ചോ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തച്ചോ, ഞാൻ അങ്ങനെ ചെയ്തച്ചോ, ഇങ്ങനെ ചെയ്തച്ചോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റും എല്ലാ തോന്നിയാസം ആരോട് പറയണം? അച്ഛനോട് പറയണം. എന്നാൽ അച്ഛനാണ് എന്ത് ചെയ്യാ? നമുക്ക് വേണ്ടിയിട്ട് അച്ഛൻ പറയും, ഇല്ല നിനക്കൊക്കെ മാപ്പാക്കി തിന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ട്, അങ്ങനെ ഇടയാളന്മാരാവശ്യമുണ്ട്. മറ്റ് മതസ്ഥരൊക്കെ നമുക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സുന്ദരമായ അവസ്ഥ എന്താ? ഈ നോമ്പൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഖുർആനിൽ എന്ത് പറഞ്ഞത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയുക നബിയെ, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ്. അവർ എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ ദുആക്ക് ഉത്തരം നൽകും. അപ്പൊ നമ്മൾ ഈ റമദാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് തൗബക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ഏത് സൂറത്തിലുള്ളതെന്നറിയോ? സൂറത്തു സുമറിലല്ലേ? ഏതായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആശ മുറിഞ്ഞു പോകരുത്. പ്രതീക്ഷല്ല, ഇനിയിപ്പോ ഏതായാലും കഴിച്ചിലാവൂല, ഇനി ഏതായാലും രക്ഷപ്പെടൂല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോന്ന് എന്ന ഒരു മാനസികാവസ്ഥ ഒരു മുസ്ലിമിന് പറ്റൂല എന്നാണ്. പിന്നെന്ത് വേണം? നിങ്ങൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളി. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പൊറുത്തു തരും, കാരണം അവൻ ഗഫൂറും റഹീമുമാകുന്നു എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട് നമുക്ക്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും എങ്ങനെയൊക്കെ ജീവിച്ചാലും റബ്ബിനോട് നമുക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അപ്പൊ അള്ളയുമായിട്ടുള്ള ബന്ധം നന്നാക്കാനുള്ള സമയമാണ് പരിശുദ്ധമായ റമദാൻ. മറ്റൊന്ന് വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണ്. തഖ്വയുടെ രണ്ട് പാതിയാണ്. ഒരു പാതി അള്ളയുമായിട്ടുള്ള ബന്ധം, രണ്ടാമത്തെ പാതി എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. രക്തബന്ധം, കുടുംബ ബന്ധം, കെട്ടുബന്ധം, അയൽവാസി ബന്ധം, സൗഹൃദം, ഇങ്ങനെയൊക്കെ കുറെ ആളുകളുമായിട്ട് മനുഷ്യന്മാര് പിണങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അമൽ അള്ളാന്റെ അടുത്തേക്ക് എന്ത് ചെയ്യൂല? ഉയരൂല. രണ്ട് വിഭാഗം ആളുകളുടെ അമലുകൾ അല്ലാഹു തആല തടഞ്ഞു വെക്കും, വിച്ചല് ചെയ്ത് വെക്കും. ഒന്ന് മുശ്രിക്കാണ്, മറ്റൊന്ന് മുഷാഹിനാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ തന്റെ മുസ്ലിമായ സഹോദരനോട് പിണങ്ങി നിൽക്കുന്നവൻ.
അപ്പൊ നമ്മളെ റമദാൻ കബൂൽ ചെയ്യപ്പെടാതെ തടയപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ഹജ്ജ് ചെയ്യാൻ പോവാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അന്നൊരു ദേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, അത് നീ വിട്ട് മാപ്പാക്കി തരണം. അതെന്തിനാ അങ്ങനെ പറയണത്? ഹജ്ജ് കബൂൽ ചെയ്യാനാണ്, അല്ലെ? അതുപോലെ എല്ലാ അമലുകളും കബൂൽ ചെയ്യണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ നമ്മളുടെ അറ്റുപോയ ബന്ധങ്ങൾ, മുറിഞ്ഞുപോയ രക്തബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശരിപ്പെടുത്തി എടുത്തിട്ട് റബ്ബിനോട് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ആ അമലുകൾ കബൂൽ ചെയ്യപ്പെടുക ശരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റമദാൻ ആ അർത്ഥത്തിൽ എല്ലാ തലത്തിലും ഒരുങ്ങി തയ്യാറായി റമദാൻ നമുക്ക് ആരംഭിക്കുമ്പം അതിന്റെ കുറച്ച് ഫിഖ്ഹും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. റമദാനില് ഈ സൗമ് എന്നാണല്ലോ ഇതിന്റെ പേര്. സൗമ് കാരണം എന്താ അർത്ഥം? സൗമ് ഭാഷയിൽ പറഞ്ഞാൽ ഇംസാക്ക് എന്നാണ്, പിടിച്ചു വെക്കുക എന്നാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഇച്ഛകളും ആഗ്രഹങ്ങളും നേരം വെളുത്ത ഉടനെ പേപ്പർ വായിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കിട്ടൽ എനിക്കൊരു എന്റെ ഷഹ്വത്താണ്, എന്റെ ഒരു മഅ്ലൂഫാത്താണ്. അതിങ്ങനെ അന്ന് അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോ അതിനാണ് മഅ്ലൂഫാത്തുകൾ അറിയാം. അപ്പൊ മഅ്ലൂഫാത്തുകളായി എനിക്ക് ഇണങ്ങിച്ചേർന്ന ഒരുപാട് ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ ആവുമ്പോ മാറ്റിവെക്കും, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് പ്രധാനമായിട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം അന്നപാനീയങ്ങൾ ഒഴിവാക്കണം. അത് റമദാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഷർത്താണ്. പിന്നെ റമദാൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യണം, അല്ലേ? എപ്പോഴാ നിയ്യത്ത് ചെയ്യാം? റമദാൻ നിർബന്ധ നോമ്പിന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഫജ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്യണം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്യണം. സുന്നത്തിനില്ല. സുന്നത്ത് രാവിലെ നീച്ച് റസൂലുള്ള ഭാര്യന്റെ അടുത്തേക്ക് വന്നിട്ട് ഭാര്യ എന്തേലും ഒന്ന് കഴിക്കാൻ എന്തേലും ഉണ്ടോ ചോദിക്കും. ഇന്നൊന്നുമില്ല നബിയെ, ഒന്നുമില്ല. പ്രശ്നമാണ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. അപ്പൊ നബി എപ്പോഴാണ് നിയ്യത്ത് ചെയ്തത്? ഭക്ഷണം എല്ലാം അറിഞ്ഞപ്പോഴാണ് പിന്നെ നോമ്പുകാരനായത്. സുന്നത്ത് നോമ്പുകൾക്ക് അങ്ങനെ മതി. ഫർളിന് അങ്ങനെയല്ല. ഫർളിന് എന്ത് വേണം? ഫജ്റിന്റെ മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. അത് എല്ലാ ദിവസവും ചെയ്യണോ? റമദാനിൽ ഒന്നാമത്തെ ദിവസം ചെയ്താൽ മതിയോ? അതില് പണ്ഡിതന്മാര് പറഞ്ഞു, റമദാനിലെ ഒന്നാമത്തെ ദിവസം നമ്മൾ ഈ ഒരു മാസം ഞാൻ നോമ്പ് എടുക്കുകയാണെന്ന് നിയ്യത്ത് ചെയ്താൽ അത് മദീനാണ്. അത് നമ്മള് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് അറബി പദത്തിൽ നിന്നാ നിയ്യത്ത് എന്നുള്ള പദം വന്നത്? നവ എന്ന പദം. നവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശിച്ചു. നവ. അപ്പം ഒരു ഉദ്ദേശമാണ്. ആ തയ്യാറെടുപ്പും ഒരുങ്ങുകയും അതിനു വേണ്ടിയിട്ട് നമ്മള് അപ്പൊ ആ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണെന്ന ആ ഒരു ഉദ്ദേശത്തിനും തയ്യാറെടുപ്പിനുമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതിന് വേറെ പദങ്ങളൊന്നും ചൊല്ലി പറഞ്ഞ് പഠിപ്പിച്ചതായിട്ട് ചിലത് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് കേട്ടോ. ഹജ്ജിനും ഉംറക്കൊക്കെ നിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നിയ്യത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലേ? അങ്ങനെ പറയും. അത് പറഞ്ഞുകാണ്ട് തന്നെ വാക്ക് പറഞ്ഞ് നിയ്യത്ത് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നിസ്കാരത്തിനും നോമ്പിനും അങ്ങനെ പ്രത്യേക പദം പഠിപ്പിച്ചിട്ടില്ല. നമ്മളാൾക്കാർ അങ്ങനെ പറയുന്ന വൈത്തു സൗമാവാദി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം. അത് അറബിയിൽ ഇങ്ങനെ അവർക്ക് തോന്നിയത് അങ്ങനെ പറയാന്നുള്ളൂ. അത് നബി പഠിപ്പിച്ച പദമല്ല. അപ്പൊ നമ്മൾ നിയ്യത്തോടുകൂടി ആരംഭിക്കും, അല്ലേ? എന്നിട്ട് പിന്നെ നമ്മളെ നോമ്പിന്റെ പകലുകളിൽ നമുക്ക് പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടകന്ന് നിൽക്കണം. ഒന്ന്, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല. പിന്നെ ഇനി പറ്റാത്ത എന്താ? പല്ലേക്കാൻ പറ്റുമോ? പറ്റുമോ? പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചോ പല്ലേക്കാൻ പറ്റുമോ? പറ്റൂലേ? പറ്റും എടോ. അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് പല്ലേക്കാൻ പറ്റൂല, ളുഹ്ർ കഴിഞ്ഞാ പിന്നെ പല്ലേക്കാൻ പറ്റൂല എന്ന് ആരോ പറഞ്ഞ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? ഞങ്ങൾക്ക് എന്റെ ഉമ്മത്തിന് പ്രയാസമുണ്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വഖത്തിന്റെ നിസ്കാരത്തിന്റെ ഉളുവിന്റെ മുമ്പ് ഞാൻ അവരോട് പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പം നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പല്ലിയേക്കാൻ പറ്റൂല എന്ന് വേറെ ആരോ പറഞ്ഞുണ്ടാക്കിയാണ്.
പിന്നെ മുങ്ങി കുളിക്കാൻ പറ്റും. ഇപ്പൊ മുങ്ങാനും കുളിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല അല്ലേ. മുങ്ങി കുളിച്ചാല് നോമ്പ് മുറി എന്ന് പറഞ്ഞ ആൾക്കാർ ഈ ഫിഖിന്റെ കിതാബിലെ. പക്ഷെ ശരീരത്തെ ഇങ്ങനെ വല്ലാതെ സുഖിപ്പിക്കാൻ വേണ്ടി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ മലിന് കിടക്കുക, അത് പാടില്ല. അങ്ങനെ പാടില്ല. കുളി ഇപ്പൊ നമ്മൾ സാധാരണ കുളിക്കൽ എങ്ങനെയാണ്? പുഴയിൽ പോയിട്ടാ കുളിക്കണ വെച്ചെങ്കിൽ അവനെന്ത് ചെയ്യാം, പുഴയിൽ പോയി കുളിച്ചു പോരാ. പിന്നെ നമുക്ക് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ? ഷുഗർ ഉണ്ടോ ഒക്കെ നോക്കണ്ടേ? എങ്ങനെയാ കൊടുക്കാൻ പറ്റുമോ? പറ്റും, പ്രശ്നമല്ല. പിന്നെ ഒരു ഇഞ്ചക്ഷൻ അടിക്കണം, എന്നും അടിക്കണതാണ്. അങ്ങനെ എന്തെങ്കിലും വാദത്തിനോ മറ്റൊക്കെ അങ്ങനെ മാസത്തിൽ അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഇന്നത്തെ 15ാമത്തെ ദിവസം അടിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തില്ല, നോമ്പിനെ ബാധിക്കൂല. ശരീരത്തിന് പോഷണം നൽകുന്ന സംഗതി, ഇപ്പം ഗ്ലൂക്കോസ്, ഒരു കുപ്പി ഗ്ലൂക്കോസ് കയറ്റിയാണ് നിങ്ങൾ ഭയങ്കര ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഗ്ലൂക്കോസ് കയറ്റിക്കാൻ പറ്റൂല. ശരീരത്തിന് പോഷണം തരുന്ന രീതിയിലുള്ള മെഡിസിൻ പറ്റൂല. അതുപോലെ നമ്മൾ വായിക്കൂടെ വെള്ളം പറന്നുകാണ്ട് ഇന്നപ്പോ നോമ്പാണെങ്കിലും ഉച്ചക്കത്തെ ഗുളിക കുടിക്കുക വിചാരിച്ചാണ്ട് ഗുളിക കുടിക്കാൻ പറ്റൂല, അതൊന്നും പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ തിന്നലും കുടിക്കലുമായി ബന്ധപ്പെട്ട. അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മറന്ന് തിന്നേ കുടിക്കുക ഇതെന്താണ്, നോമ്പിനെ ബാധിക്കൂല. ഛർദിച്ചാലോ മുറിയോ? മുറിയില്ല. കൽപ്പിച്ചൂട്ടി ഛർദിച്ചാൽ മുറി. വളരെ കൂടെ അങ്ങനെ വേലച്ചക്ക് തിന്ന സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാവല്ലോ, ഇങ്ങനെ വീഴും. അപ്പൊ ഒരേട്ടങ്ങേറ് തോന്നി ഇപ്പൊ തൊള്ളില് വായിൽ കൈയിട്ട് ഇങ്ങാണ്ട് ഛർദിച്ച് കളയരിച്ച് ഛർദിച്ചാൽ നോമ്പിനെ ബാധിക്കും. കൽപ്പിച്ചു കൂട്ടിയിട്ട് ചെയ്യാൻ പാടില്ല. അല്ലാത്ത നിലക്ക് ഛർദി വരികയാണെങ്കിൽ ആ ഛർദിക്ക് പ്രശ്നമല്ല. അപ്പൊ നോമ്പിന്റെ പകലുകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. ഉപ്പുണ്ടോ നോക്കിയാ നോമ്പ് വരിക? കറിയില് ഇല്ല, പാകത്തിനെ നോക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെ, അത് നാഗമാക്കി ഒരു തുപ്പിക്കളയും, അതിനൊന്നും നോമ്പ് മുറിയില്ല. അപ്പൊ നോമ്പിന്റെ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നോമ്പില് പറയാൻ ഒരാൾ നോൽമ്പ് നോറ്റിട്ട് നല്ല നുണ പറയണം, നോൽമ്പ് മുറിയോ? മുറിയും. നോൽമ്പ് നോറ്റിട്ട് നല്ല ഏഷണിയും പരദൂഷണമൊക്കെ. ഏതായാലും ഇപ്പൊ ഒന്ന് ഫ്രീ ആണ്, ഇനിയിപ്പോ കഞ്ഞിയും ചോറൊന്നും ഉണ്ടാക്കണ്ട, അയലോകത്ത് പോയിരുന്നു കാണ്ട് ഇങ്ങനെ നോക്കടി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നെമീമത്തും പരദൂഷണം പറയുകയാണെങ്കിൽ നോമ്പ് മുറിയോ? മുറിയും. മല്ലം യദഅ ഖൗല الزൂരി വൽഅമല ബിഹി വലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തുആമഹു വശറാബഹു. കള്ള വർത്തമാനവും അതുപോലെ തന്നെ വേണ്ടാവൃത്തികളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല ഓനെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അത് നമ്മൾ ആൾക്കാർ അധികം ശ്രദ്ധിക്കൂല. തിന്നണതും കുടിച്ചണതൊക്കെ നോൽമ്പും മുറി എന്ന് പറയും. എന്നിട്ടോ ഈ ജാതി പരദൂഷണം, മേഷണി, ആ ജാതി വിഷയങ്ങളൊക്കെ ആയിട്ട് നടക്കുകയും ചെയ്യും. അപ്പൊ നോമ്പ് മുറിഞ്ഞ് നോമ്പ് നല്ല എന്താണ് വേഗം കഞ്ഞുടിച്ച് നല്ലത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ നോമ്പിന്റെ പകലുകളിൽ പിന്നെ പരമാവധി എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ പിന്നെ ഖുർആൻ പാരായണങ്ങളിലും ദിക്റുകളിലും ദുആകളിലും ഒക്കെ മുഴുകി ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ പകൽ അങ്ങനെ പോകും. ഇനി നോമ്പ് അവസാനിപ്പിക്കൽ. നോമ്പ് എടുക്കാൻ ഏറ്റവും ചില ആളുകൾ പറയും ഞാനൊന്നും കഴിക്കലാണ് നോമ്പ് ഒരു ഇടങ്ങേറാണിത്, പുലച്ചക്ക് എണീറ്റിട്ട്. സഹൂറ് കഴിക്കുക എന്നുള്ള എന്താണ്, പുണ്യമാണ്. അത് വൈകിപ്പിച്ച് കഴിക്കലാണ്. എത്ര 50 ആയത്തൊക്കെ ഓതാനുള്ള ഗ്യാപ്പ് കിട്ടിയിരുന്നു എന്നാണ്. ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോ ഇങ്ങനെ എന്നും തിന്നാൻ നിൽക്കരുത് കേട്ടോ. ആ പാത്രത്തിലുള്ളൊക്കെ തിന്നാറിന് കണ്ടേ അതൊക്കെ ഒരു ദിവസം എപ്പോഴേലൊക്കെ ഇങ്ങനെ ഓണർന്നില്ല, അലാറടിച്ചില്ല, അങ്ങനെ പാഞ്ഞു നീച്ചിങ്ങാണ്ടൊക്കെ പാടെ റെഡിയാക്കിങ്ങാണ്ട് ഇങ്ങനെ തിന്നാൻ തുടങ്ങിയപ്പോഴാണ് അല്ലാഹു അക്ബർ അല്ലാഹു. ആ തൊള്ളിയിലിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറക്കാന്നല്ലാതെ ഇതൊരു ശീലാക്കാൻ പാടില്ല. അപ്പൊ അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറയുന്നത് ഞങ്ങള് ഒരു 50 ആയത്തൊക്കെ ഓതാനുള്ള ഗ്യാപ്പ് പണ്ടത്തെ നോൽമ്പ് എങ്ങനെയാണ്, എത്ര മണിക്കാണ് ചെണ്ടോട്ടീന്? 12 മണിക്ക് അല്ലെ, 1 മണിക്കൊക്കെ മുട്ടും. അപ്പൊ തന്നെ നീച്ചിട്ട് എന്ത് ചെയ്യും, ചോറൊക്കെ കഴിച്ചിട്ട് ഒറ്റ കടത്താം. പിന്നെ അന്നത്തെ സുബഹി പോയി, പിന്നെ 8 മണിക്ക് 9 മണിക്കൊക്കെ നീച്ചോളൂ. അപ്പൊ ഉണ്ടാക്കണം, അല്ലാതെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂല. അന്ന് അങ്ങനെ ഇനി അപ്പൊ പെണ്ണുങ്ങൾക്ക് പിന്നെ അപ്പൊ നീച്ചിട്ട് എന്ത് ചെയ്യണം, ചോറുണ്ടാക്കണം. അത് എന്തെങ്കിലും ഒന്നും പോരാ, അപ്പൊ ഉഷാറായിട്ട് തന്നെ വേണം. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. എല്ലാവരും ഇപ്പൊ നോമ്പ് ഒരു പ്രശ്നമല്ല. നോമ്പ് എന്ന് വെച്ചാല് സാധാരണ പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക, അത് ഇന്ന തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല.
എന്തും കഴിയും. എവിടെ ഓല് സൂക്ഷ്മതയാണ്. ഓൽക്ക് മഗ്‌രിബിനും പിന്നെ ഈ സുബൈക്കനുള്ളു, ബാക്കിയുള്ളൊക്കെ പ്രസാബോൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യാന്നാ പറയുന്നത്. അതാണ് ഹുലൂവ് അറിയണതാണ്. മതത്തിൽ ഹുലൂവ് പാടില്ല അറിയണം. ഹുലൂവ് പാടില്ല എന്ന് ഇതൊക്കെയാണ്, അല്ലാതെ തുണി കയറ്റിയെടുക്കലല്ല. ഹുലൂവ് പാടില്ല എന്ന് പറഞ്ഞതിന്റെ അപ്പുറം എന്ത് ചെയ്യാം, കുറച്ചും കൂടി അള്ളാഹ്ക്കും റസൂലും ഇല്ലാത്തൊരു ഒരു സൂക്ഷ്മത എന്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ സുബയാൻ കൊടുക്കുക, മഗ്‌രിബാൻ കുറച്ച് വൈകി കൊടുക്കുക. അപ്പൊ അത് പാടില്ല. അത് ഓല് നമ്മളതല്ല നോക്കല്, വലുത് നോക്കല്ലല്ലോ. നമ്മളെ പള്ളിക്കകത്ത് വാങ്ങാൻ നമുക്ക് എന്റെ പേരന്റെ തന്നെ പള്ളിയിൽ. അപ്പൊ അതങ്ങനെ ഇൻഷാ അല്ലാഹ്. പിന്നെ രാത്രി ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാത്രി നമ്മൾ തറാവീഹ് നിസ്കരിക്കും. തറാവീഹ് എന്നുള്ള പേര് വരാൻ കാരണം എന്താ? കുറച്ച് ഗ്യാപ്പ് ഇട്ട് റാഹത്തെടുത്ത് നിസ്കരിക്കണോണ്ടാണ് അല്ലേ തറാവീഹ്. ശരിക്കും അങ്ങനെ നിസ്കരിക്കണ്ടേ. നമ്മളെ പള്ളിയിലൊക്കെ നിങ്ങളുടെ അസ്സലാമു അലൈക്കും പറഞ്ഞ് നീ സലാം വീട്ടിൽ പാഞ്ഞ് അപ്പൊ തന്നെ നീച്ചിന്ന്, കാരണം അത് 1/2 മണിക്കൂർ 3/4 മണിക്കൂറോട് തീർക്കണം എന്നുള്ള കണ്ടീഷനാണ്. എല്ലാവർക്കും നേരം പോകും. അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും തറാവീഹിൽ പങ്കെടുക്കുന്ന ആളുകള് തറാവീഹിൽ മുഴുവൻ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. അതിന്റെ ഇടയ്ക്ക് 8 റക്അത്ത് കഴിഞ്ഞിട്ട് നീച്ചു പോല് അതിൽ വലിയ അത് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നബി പറഞ്ഞെന്താണ്, ഇമാമിന്റെ കൂടെ തറാവീഹിൽ പങ്കെടുത്ത ആൾക്ക് നേരം വെളുക്കണ വരെ നിസ്കരിച്ച കൂലിയെന്നാണ്. അപ്പം നമ്മൾ സാധാരണ നിലയിൽ സുബൈക്ക് എണീറ്റിട്ട് 5 3 പിന്നെ 7 അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നതും നിസ്കരിക്കാറുണ്ടാവും. ആ നിസ്കാരം നമ്മൾ റമളാനാവുമ്പോ എന്ത് ചെയ്യുന്നു, ആ നിസ്കാരം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തറാവീഹിൽ പങ്കെടുക്കുക, അങ്ങനെ നിസ്കരിക്കുക. പിന്നെ നോമ്പിന്റെ രാത്രി ചില ചെറുപ്പക്കാർക്കൊക്കെ ഉള്ള സംശയമാണ്. അന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഉഹില്ലലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസാഇ, നോമ്പ് നിർബന്ധമാക്കിയ സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലേ. ഇനി അപ്പൊ സ്വഹാബാക്കള് അത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കണത് അതുണ്ട്. അതുണ്ട്. തഹജ്ജുദ് ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ്. കയ്യോങ്കിൽ അങ്ങനെ നിസ്കരിക്കാൻ നീച്ചു പോയി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ചില പള്ളിയിലൊക്കെ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഏത് രാത്രി ഉറക്കുന്നത് എണീറ്റിട്ട് 2 മണിക്ക് തുടരുന്ന നിസ്കാരം. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക നല്ലത്. നീച്ചു പോണമെന്നേ ഉള്ളൂ. അത് നമ്മളവിടെ ഏകളരി പള്ളിയിലൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പൊ അതിൽ അങ്ങനെയൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നമ്മളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകണം. പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. മനുഷ്യന്റെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്കും പിന്നെ ഇതിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യാന്നുള്ളതല്ലാതെ നമ്മൾ അത് ഇന്നതിന്ന് അങ്ങനെ കർശനമായി പറയാത്തത് കൊണ്ട് നമുക്ക് അതിലൊക്കെ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഇളവുണ്ട്. ഇൻഷാ അല്ലാഹ്. ഈ നോമ്പിന്റെ രാത്രി നോമ്പ് നിർബന്ധമാക്കിയ സമയത്ത് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാ വെച്ചാല്, ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അപ്പോഴാണ് പിന്നെ ഖുർആന്റെ ആയത്ത് ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞു തന്നത്. അതെന്താണ് ഈ വെള്ള നൂലും കറുത്ത നൂലും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത് രാത്രിയും പകലും വേർതിരിയുന്ന ആ ഘട്ടമാണ്. അതുവരെ നിങ്ങൾക്ക് എന്തുണ്ട്, ഭക്ഷണം മാത്രമല്ല, ഒരു സ്ത്രീ പുരുഷ ബന്ധം കൂടി എത്ര വലിയ പാത്രക്കാരോ ചെമ്പട്ടി തന്നെ തിന്നുകയാണെങ്കിലേ നേരം വെളുക്കോളം നിന്നാലും തീരൂല. അല്ല അതെന്ന് വെച്ചാല് നമ്മൾക്കിടെ മാനസികമായിട്ടുള്ള ബാങ്കാണ് കൊടുത്താൽ നമ്മൾ തിന്നൂല. എന്തായാലും ആ തൊള്ളിലിട്ട് വേറെ തിന്നുന്നല്ലാതെ അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴൊക്കെ നമുക്ക് ഒന്നും കഴിക്കാതെ ഷുഗറുള്ള മനുഷ്യരാണ്. അങ്ങനെ ഉണ്ട് കഴിക്കാത്ത എന്നാ നോമ്പ് കൊടുന്നാ എന്ത് ഉണ്ടാവും, പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ വാങ്ങിക്കൊടുത്തല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ചങ്ങാണ്ട് ഓനെടുത്ത് വെച്ച് തൊള്ളിലേക്ക് ഇട്ട അങ്ങോട്ട് മാന്തി തുപ്പിങ്ങാണ്ട് കളയേണ്ട, അതാണ് ഇറക്കാന്നാണ്. അത്രേ ഉള്ളൂ. സൂക്ഷ്മതക്ക് നല്ലത് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് ചെയ്യൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതങ്ങനെ. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ത്രീ പുരുഷ ബന്ധം ഈ ജനാപത്തുകാരനാവുക എന്നുള്ളത് നോമ്പിന്റെ രാത്രികളിൽ അനുവദനീയമാണ്. പക്ഷെ നോമ്പ് ആരംഭിക്കാൻ അയാൾ കുളിച്ചോണമെന്നില്ല. സുബൈ നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുളിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ സുബഹിയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സുബൈന്റെ സമയമാവും. പിന്നെ കുളിക്കും നിസ്കരിക്കാൻ. അപ്പൊ നോമ്പ് വെൽക്കാൻ എന്ത് വേണ്ട, കുളി എന്തില്ല, നിർബന്ധമില്ല.
മനസ്സിലായില്ലേ? അപ്പൊ അത് പിന്നെ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ. ചില ചെറുപ്പക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് അങ്ങനെ അപ്പൊ കുളിക്കണ്ടേ? നോമ്പിന്റെ മുമ്പ്, നോമ്പ് തുടങ്ങണതിന് മുമ്പ് കുളിക്കണ്ടേ? വേണ്ട, നിസ്കരിക്കണതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി? കുളിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് അതിന്റെ നോമ്പിന്റെ രാത്രിയിലെ ഈ വിഷയം. നോമ്പിന്റെ പകലിൽ പിന്നെ അത് ഏതായിരുന്നാലും പാടില്ലാത്തതാണ്. ചെയ്തു പോയാൽ എന്താ അതിനുള്ള പ്രായശ്ചിത്തം? 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. നബി ആദ്യം പറഞ്ഞത് അതാണ്. 60 ദിവസം 30 ദിവസം തന്നെ കഴിയാത്ത ഞാൻ പിന്നെ എങ്ങനെ 60 ദിവസം നോക്കുകയായി. അപ്പൊ പറഞ്ഞ 60 മിസ്കീൻ എന്ത് ചെയ്താൽ മതി? ഭക്ഷണം കൊടുത്താൽ മതി. അപ്പോ പിന്നെ അതാർക്കാ കൊടുക്കേണ്ടി ചോദിച്ചിട്ടുണ്ട് അല്ലേ അയാള്? അപ്പോ പറഞ്ഞത് ഏറ്റവും വലിയ സാധുക്കാ കൊടുക്കും. അതിലും വലിയ സഞ്ചിലാറ വലിയ അയിലാറ വലിയ സാധുവാണ്. അതിന്റെ ഒപ്പം ഇതൊക്കെ സംഭവിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെന്താണ്? എന്നാ പിന്നെ എനിക്ക് അവൻ നബിയാണ് ചിരിച്ചു എന്നാണ്. പിന്നെ അതിന് എന്താ മറുപടി പറഞ്ഞെന്നുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ അതിന്റെ പ്രായശ്ചിത്തം എങ്ങനെയൊക്കെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും നോമ്പിന്റെ ഈ പിന്നെ ഹുക്കുമുകൾ എന്തൊക്കെ? നോമ്പിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാണ്? സക്കാത്തും നോമ്പുമായിട്ട് എന്താ ബന്ധം? അതിലൊരു ഇതെന്താ വെച്ചാല്, ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ അന്ന് സുന്നത്തിന് ഫർളിന്റെ കൂലിയാണ്. ഫർളിനോ 70 ഇരട്ടി വരെ കൂലി കിട്ടുന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ ആ നിലക്കാണ് നമ്മളെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്? റമളാനിൽ ഈ സക്കാത്ത് ഒരു നിർബന്ധമായ സംഗതിയാണല്ലോ, അപ്പൊ കൂടുതൽ കൂലി കിട്ടുന്നുള്ള. പക്ഷെ എല്ലാത്തിനും ഒരു കൊല്ലമല്ല സക്കാത്ത്. നമ്മളിപ്പോ കച്ചവടം തുടങ്ങിയത് ഒരു റജബ് മാസത്തിലാണെങ്കിൽ അടുത്ത റജബ് വരുമ്പോഴാണ് അതിന്റെ കൊല്ലം തേക്കുന്നത്. അവിടെയാണ് ആ സക്കാത്ത് വരുന്നത്. വിളവെടുക്കുന്ന കൃഷിയുടെ വിളവെടുക്കുന്നിടത്താണ് അതിന്റെ സക്കാത്ത് നിർബന്ധമാണത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കൊല്ലം നമ്മുടെ മിൽക്കിൽ ഈ പണം ഉണ്ടാവുക എന്നതാണ് അതിന്റെ നിസാബ് പറഞ്ഞല്ലോ. അപ്പൊ എത്ര? 590 ഗ്രാം വെള്ളിക്ക് എത്ര റുപ്യാന്ന്? 64,000 പറഞ്ഞ് ചെറിയ പോക്കാം. 30 പറഞ്ഞേക്കാറ് ഒന്നുകൂടി കറക്റ്റ്. 2,000 റുപ്യം കൂടി. അപ്പൊ 64,000 റുപ്യ കയ്യില് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം അയാളുടെ കയ്യില് അയാൾക്കുണ്ടെങ്കിൽ അയാൾ കൊടുത്തു തുടങ്ങാനുള്ള നിസാബെത്തി കഴിഞ്ഞു. ഓരോന്നിനും ഓരോന്നാണ്. നാണയങ്ങളുടെ സക്കാത്താണ് എത്ര പറഞ്ഞത്? 2.5%. നാണയങ്ങൾ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തില്ല? കറൻസി ഇല്ല അല്ലേ? അപ്പൊ അത് നമ്മൾ കണക്കാക്കുന്നിടത്ത് നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് സ്വർണത്തിന്റെ അതാ പറഞ്ഞ 62,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുത്തു തുടങ്ങാനായി. അപ്പൊ പിന്നെ 62,000 കൊടുക്കണം, അതിന്റെ മേലക്കുള്ളും കൊടുക്കണം. തലക്കെന്നാ തുടങ്ങാം. അങ്ങനെയാണ് നമ്മൾ 1 റുപ്യ തൊട്ട് തന്നെ തുടങ്ങും. അപ്പൊ അതിന്റെ മോൾക്ക് നിസാബ് എന്നതിനെ പറയാം, തോത്. ആ തോത് എത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുത്തു തുടങ്ങാനായി. സക്കാത്തിന്റെ പിന്നെ അതിൽ പിന്നെ കൃഷിയാണ്. പിന്നെ കൃഷിക്ക് 5% ഉള്ളതുകൊണ്ട് 10% ഉള്ളുണ്ട്. തേവി നനച്ചുണ്ടാക്കുന്ന നമ്മളൊരു കൃഷി ഏർപ്പാടാക്കി ചെയ്തുണ്ടാക്കുന്ന കൃഷിയാണെങ്കിൽ അതിന് 5%. അപ്പൊ ഈ അണ്ടിയും പറങ്ങൂച്ച് ആ ജാതിക്കൊന്നും നമ്മൾ വേറെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട. അതിനൊക്കെ എത്ര കൊടുക്കണം? അപ്പൊ അതിന് 10% കൊടുക്കണം. തേവി നനക്കാന്നാ നബി പറഞ്ഞു കേട്ടോ. മോട്ടർ വെച്ച് നനച്ചാലും നനച്ചുണ്ടാക്കുന്ന കൃഷിയാണെങ്കിൽ അപ്പൊ അതിന് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ നിസാബ് 300 സായ് എന്ന് പറഞ്ഞാൽ 6 കിണ്ടൽ അരിയുടെ. നമ്മളെ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്താണ്? അരിയല്ലേ? അപ്പൊ 6 കിണ്ടൽ അരിക്ക് എത്ര റുപ്യ വരും നോക്കാം. ഒരു മീഡിയം ലെവൽ അരി. ഇപ്പൊ മീഡിയം ലെവൽ അരിക്ക് എത്ര റുപ്യാണ്? 1 കിലോന് 45 റുപ്യൊക്കെ കൊടുത്താൽ കിട്ടൂലേ? അപ്പൊ 1 കിണ്ടലിന് എത്രയായി? 4,500. അപ്പൊ 6 കിണ്ടല് ഇൻറ്റു 4,500, 6 4 24, 27,000 റുപ്യയുടെ പിന്നെ വിളവ് നമുക്ക് ഉണ്ടാവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഒരു നേരം തേങ്ങട്ട് അതിന്റെ വിളവെടുക്കുമ്പോഴാണ് അതിന്റെ സക്കാത്ത്. ഇന്നത്തെ ഈ പ്രാവശ്യത്തെ നാളികേരം ഇട്ട് വെക്കുമ്പോൾ ഒരു 50,000 റുപ്യേനെ തേങ്ങ വെക്കാണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ നമ്മള് വെറുതെ ഉണ്ടാകുന്ന തേങ്ങയാണെങ്കിൽ 10%, അല്ല നമ്മൾ നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ 5%.
അയിമക്ക് എന്താണ് താരതമ്യം ചെയ്തത്. അപ്പൊ കുരുമുളകൊന്നും 6 കിണ്ടലുണ്ടാണ്ട, 6 കിണ്ടൽ കുരുമുളക് വലിയ മുതലാളിയല്ലേ. കുരുമുളകിന്റെ പൈസ നമ്മൾ ഇതിലേക്ക് കൂട്ടണം. എങ്ങനെ? 24,000 റുപ്യയുടെ അല്ല 27,000 റുപ്യയുടെ കുരുമുളക് നമുക്ക് ഉണ്ടാവുണ്ടെങ്കിൽ അതിന് തൂക്കല്ല നോക്കുക അവിടെ. ഇതിന് മുഖ്യ ഭക്ഷണ സാധനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന അതിനെ ബന്ധപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ. കൃഷി, റബ്ബറിന്റെ വിളവെടുപ്പ് എന്നും വിളവെടുപ്പുണ്ട്. 27,000 റുപ്യേന്റെ വിളവെടുപ്പ് എന്നും ഉണ്ടാവോ ഫിറോസ? അത് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവന് സക്കാത്തിന് കൊടുക്കേണ്ടി വരില്ല. അതാണോ അതിന്റെ അർത്ഥം? അല്ല, അങ്ങനത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ചെലവ് കഴിച്ച് വാർഷിക കണക്കെടുത്തിട്ട് അതിന്റെ സക്കാത്ത് കൊടുക്കാം. പിന്നെ ഇൻവെസ്റ്റ്മെന്റിന് സക്കാത്തില്ല. ഒരാൾ ബസ് വാങ്ങി, ബസ്സിന് സക്കാത്തുണ്ടോ? ബസ്സിന് സക്കാത്തില്ല. പക്ഷെ ബസ്സിന്റെ വരുമാനത്തിന് സക്കാത്തുണ്ട്. അത് 2.5% തന്നെ. നമ്മളൊരു വലിയ കമ്പനി, ഫാക്ടറി തുടങ്ങി, അതിൽ കുറെ മെഷീനറികളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട? സക്കാത്ത് കൊടുക്കണ്ട. അതിന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കും. നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട്, ഏത് വാടക കൊടുക്കുന്ന ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന് മൊത്തം സക്കാത്ത് കൊടുക്കണോ? വേണ്ട. കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തൊലഞ്ഞു പോലെ. ആ ബിൽഡിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് അയാളെ കയ്യിൽ ഒരു കൊല്ലം ഇയാൾ വെച്ച് പിടിച്ചിരിക്കുകയാണെങ്കിൽ കൊടുക്കണം. അങ്ങനെയാണ്. ഇതാന്ന് വെച്ചാല് പൈസ എന്ത് ചെയ്യണം? അതിന് ചുറ്റിക്കൊണ്ടിരിക്കണം, കറങ്ങിക്കൊണ്ടിരിക്കണം. കയ്യിൽ പിടിച്ചു വെച്ചാ അപ്പൊ ചെലവാക്കണം. അതാണ് അതിന്റെ നിയമം. എന്ന് പറഞ്ഞാല് നമ്മളൊരു ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതെന്താണ്? അത് ഞമ്മക്ക് മാത്രമല്ല, അതിൽ പണിയെടുത്ത് ഒരുപാട് ആളുകൾക്ക് പണി കിട്ടും. അതിൽ റൂമിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഓല കുടുംബം അവിടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ആ പൈസ ഇങ്ങനെ പാത്തച്ചു കൊണ്ടെടുക്കുകയായിരുന്നെങ്കിൽ സക്കാത്ത് കൊടുത്താൽ എത്ര കൊല്ലം കൊണ്ട് തീരും? വളരെ കുറഞ്ഞ കൊല്ലം കൊണ്ട് തീർന്നു പോകുന്നത്. അപ്പൊ എന്താണ് ഇത്? ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതിങ്ങനെ വളർച്ചയുള്ളതായിരിക്കണം, ഒഴുകിക്കൊണ്ടിരിക്കണം. പൈസ അങ്ങനെ കെട്ടിപ്പൂട്ടി പാത്തേക്കാൻ പാടില്ല. കെട്ടിപ്പൂട്ടി പാത്തച്ചാൽ സക്കാത്ത് കൊടുത്താൽ തീർന്നു പോകും, പെട്ടെന്ന് തീരും. അത് തീരാൻ വേണ്ടിയിട്ട് തന്നെ ആജാദ് നിയമം. നേരെ മറിച്ച് നമ്മളത് വളർച്ചയുള്ള ഏതെങ്കിലും മേഖലയിൽ ചെലവഴി, കച്ചവടത്തിന് വാങ്ങിയിട്ട ഭൂമി ഉണ്ടാവും ചിലപ്പോ. ഏത്? അതിന് സക്കാത്തുണ്ട്. നമ്മളെ പേരയും കൂടിയും അതിന് സക്കാത്തുണ്ടോ? ഇല്ല. നമ്മൾ പാർക്കാൻ നമ്മൾ പെരയറ്റിയിട്ട് അതിന് നമ്മളൊക്കെ ഈ പേരക്ക് ഏകദേശം ഒരു സ്ഥലമൊക്കെ കൂടി 1 കോടി ഉറുപ്പിയുണ്ട്. അതിന് സക്കാത്ത് കണക്കാക്കേണ്ട ആവശ്യമല്ല. താമസിക്കാള് യാത്ര ചെയ്യാനുള്ള വാഹനം, നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ബൈക്കുണ്ട്, ഒരു കാറുണ്ട്, അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കണോ? അതിന് കൊടുക്കണ്ട, അതിന് സക്കാത്തില്ല. നേരെ മറിച്ച് നമ്മള് പിന്നെ ഒരു ടിപ്പർ ലോറി വാങ്ങി, അപ്പൊ അതിനെങ്ങനെ കൊടുക്കാം? ടിപ്പർ ലോറിക്കല്ല സക്കാത്ത്, അതിന്റെ വരുമാനത്തിനാണ് സക്കാത്ത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റുകൾക്കല്ല സക്കാത്ത്, അതിന്റെ വരുമാനങ്ങൾക്കാണ് സക്കാത്ത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ സക്കാത്തിന്റെ ഇനി പറഞ്ഞാൽ തീരില്ല കേട്ടോ. എന്താ അറിയോ? എന്തുകൊണ്ടറിയോ? കൊടുക്കേണ്ടതായതോടാണ്. കിട്ടണതാണെങ്കിൽ വലിയ കൊടുക്കേണ്ടതാവും നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇടങ്ങേറോണം. ഇൻഷാ അല്ലാഹ് നമ്മളെ സക്കാത്തൊക്കെ കണക്കാക്കി അതൊക്കെ കൊടുക്കുക. റമദാൻ നമുക്ക് ഞാൻ അവസാനിപ്പിക്കുക. 5 മിനിറ്റ് എന്നാ റംഷീദ് പറഞ്ഞു. 5 മിനിറ്റിന് ഇത്ര ദൈർഘ്യം ഉണ്ടാവുമോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ വെറുതെ വയലിങ്ങനെ പറഞ്ഞു പോലാറല്ലേ, കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കാന്ന് വിചാരിച്ചാണ്. ഏതായിരുന്നാലും പിന്നെ അയാൾക്ക് രാത്രി ഖിയാമുല്ലയിലുണ്ടോ എന്നല്ലേ? പിന്നെ അയാളെ സംബന്ധിച്ച് ഖിയാമുല്ലയിലില്ല, തറാവി നിസ്കരിച്ചാൽ മതി. അത് പിന്നെ ഒരു ഇഖ്തിലാഫുള്ള വിഷയമാണ്. അങ്ങനെ ആവാമെന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ. അത് പിന്നെ നിസ്കാരത്തിന്റെ ദൈർഘ്യം, അതിന്റെ കൈഫിയത്താണ് ഏറ്റവും പ്രധാനം. അതിന്റെ കമ്മിയത്തിനേക്കാൾ, എണ്ണത്തെക്കാൾ അതിങ്ങനെ ഏറ്റവും നന്നായി റസൂലുള്ളാഹിന്റെ നിസ്കാരത്തെ ആയിഷ ബീവി അതിന്റെ ഓരോ വിശേഷണങ്ങൾ പറയണം. അപ്പൊ അത് പരമാവധി നമ്മളതിന്റെ എല്ലാ സുജൂദൊക്കെ അങ്ങനത്തെ നിസ്കാരത്തിൽ നമുക്ക് തറാവിയിൽ നമുക്ക് അങ്ങനെ ദീർഘമായി സുജൂദ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ബാക്കിലാരൊക്കെ ഉണ്ടാവും, സ്ത്രീകളും കുട്ടികളും തലവേദന ഉള്ളവരൊക്കെ ഉണ്ടാവും, നോൻപോറ്റ തലവേദന ഉള്ളവരൊക്കെ ഉണ്ടാവും.
അങ്ങനെ ഒരാൾക്ക് ഒറ്റക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അയാൾ ഇടങ്ങേറായിട്ട് എന്ത് ചെയ്യണ്ട, ഈ തറാവിയിൽ പങ്കെടുത്തോളന്നില്ല കേട്ടോ. അത് അയാൾക്ക് അതാണ് അയാൾക്ക് കൂടുതൽ ഖുശൂ. എനിക്ക് വെറുതെ വിളവ് എറിഞ്ഞാണ്ട് ഞാൻ അവിടെ പെരയിന്ന് സ്കെച്ചുകൊണ്ട് എറിഞ്ഞാണ്ട് നിൽക്കരുത്. പെരയിന്നും ഉണ്ടാവില്ല, ചിലപ്പോ അവിടുന്ന് ഉണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. വെറുതെ അങ്ങനെ ഒരു റമളാൻ വന്ന് കഴിഞ്ഞു പോയി. ആ ളുഹ നിസ്കാരം അറിയില്ലേ? ളുഹ എത്ര റക്അത്താ? 8 റക്അത്ത്. 8 റക്അത്ത് നിസ്കരിക്കുക എപ്പോഴാണ്? അത് ളുഹ എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊന്തിയിട്ട് വെയിലിന് ചൂട് പിടിച്ചിട്ട് ഒട്ടകക്കുട്ടികള് ചൂടത്ത് നീച്ചു പോരുന്ന ആ സമയത്തിന് എന്നാ പറയാം. അപ്പൊ ഏകദേശം അതിന് തന്നെയാണ് ഷുറൂഖിന്റെ അല്ലെ നിസ്കാരം എന്നും പറയും. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അങ്ങനെ ഇരുന്ന് സുബൈ കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ സൂര്യൻ പൊന്തുന വരെ പള്ളിയിൽ ഇരുന്ന് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിച്ചു പോകുന്ന പോലുണ്ട്. അതല്ല പെരിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആ സമയത്ത് ളുഹ നിസ്കരിക്കാം. ഏത് സമയം? അത് പിന്നെ വെയിൽ ചൂട് പിടിക്കണം ആ സമയത്ത്. അത് രണ്ടും രാവിലെ അങ്ങനെ നിസ്കരിക്കുമ്പോൾ അതിന് ഷുറൂഖ് അറിയും. ഉദയത്തിനോടനുബന്ധിച്ച് 8 റക്അത്ത് നിസ്കരിക്കാം. അത് ഷുറൂഖ് എന്ന് പറയുമ്പോഴേ അതിപ്പം ഈ നമ്മളെ സുബൈൻസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ കുത്തിരുന്നുകാണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഇതുവരെ കാത്തിരുന്നിട്ട് നിസ്കരിച്ചു പോരുകയാണെങ്കിൽ അത് ഷുറൂഖ്. 2 റക്അത്ത് മതി. ളുഹക്കും 2 നിസ്കരിക്കും നിർത്താം. 12 കുറച്ച് വല്ലാതാണ് വൈകരുത്. ഒരു 10 മണി 11 മണി നിങ്ങൾക്ക് നേരം വൈകുകയാണെങ്കിൽ ളുഹറിന്റെ മുമ്പായിട്ട് നിസ്കരിച്ചാലും മതി. പക്ഷെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ഇദാ സജാ എന്ന് പറഞ്ഞല്ലേ. വല്ലുഹ എന്താ അർത്ഥം? പൂർവാഹനം. പൂർവാഹനം പറഞ്ഞാൽ എന്താണ്? സൂര്യൻ മധ്യത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള സമയത്തിന് തന്നെ പൂർവാഹനം പറയാം. പൂർവാഹനം, മധ്യാഹനം ഒക്കെ പറയില്ലേ. ഇൻഷാ അല്ലാഹ് അപ്പൊ ഏതായിരുന്നാലും ളുഹ നിസ്കരിക്കണമല്ലോ. അങ്ങനെ പിന്നെ ഈ റമളാനില് പുണ്യങ്ങളേറെ വാരിക്കൂട്ടാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഇനിയും കുറെ സംശയം ഉണ്ടാവും. ഇനി റമളാനിലും ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ ഗ്യാപ്പ് ഉണ്ടാവുമ്പോ അപ്പൊ പറഞ്ഞു ബാക്കി. അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മളെ ഈ ഒരു കൂടിച്ചേരല് അഹ്ലൻ റമളാൻ. എന്താ അഹ്ലൻ എന്ന് പറഞ്ഞാല്? സ്വാഗതം. റമളാനിന് സ്വാഗതം. റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ പ്രോഗ്രാം റമളാന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ പുണ്യ റമളാനിനെ നമുക്ക് ഖബൂൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ജീവിതത്തിൽ ഒരു റമളാൻ കിട്ടുക എന്ന് പറഞ്ഞാല് ഷഹീദായ ആളും ഒരു കൊല്ലത്തെ റമളാനും കൂടുതൽ കിട്ടിയ ആളും തമ്മിലുള്ള വ്യത്യാസം റസൂലുള്ളാഹി അതിന്റെ പോരിശ പഠിപ്പിച്ചില്ലേ? കൂടുതൽ മഹത്വമുള്ളത് ആർക്കാണ്? ഒരു റമളാനെ കൂടി പിന്നെ സ്വീകരിച്ച് റമളാൻ അനുഷ്ഠിച്ച ആളാണ്. അപ്പൊ നമുക്കൊരു റമളാൻ കിട്ടാൻ പോവാണ്. ആർക്കൊക്കെ ആയുസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മളെ കൂടെ ഇല്ല. അവരൊന്നും നമുക്ക് ഈ കഴിഞ്ഞ റമളാൻ ഇപ്പം എൻ്റെ ഒപ്പ കഴിഞ്ഞ റമളാനിൽ എല്ലാ നോമ്പും അനുഷ്ഠിച്ചു. അത്ര പ്രായം ഉണ്ടെങ്കിൽ പോലും നോമ്പൊക്കെ എടുത്തു. ഇന്നത്തെ റമളാന് കൂടെ ഇല്ല അല്ലേ? അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ റംഷീദിന്റെ ഉപ്പ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. അപ്പം അടുത്ത റമളാന് നമ്മളെ കുറിച്ചും അങ്ങനെ പരാമർശിക്കാം. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ഈ ഒരു റമളാൻ നമുക്ക് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. ഏതായിരുന്നാലും റമളാനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പൂർണ്ണാർത്ഥത്തിൽ മാനസികമായി നമ്മൾ സജ്ജരായി തയ്യാറായി പരിശുദ്ധ പുണ്യ റമളാന് വേണ്ടി കാത്തിരിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യ റമളാനിന്റെ എല്ലാ മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യം അവൻ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ.